SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് സി ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ സെക്ഷൻ സി എത്തി. സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 14th ക്വസ്റ്റ്യൻ ആയിട്ട് വരും. 1, 0, 0, 1 എന്നീ ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ ചെരിവ് കാണുക. ഈ വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, 0, 0, 1. ഇതാണ് ലൈനിലുള്ള 2 പോയിൻറ്റ്സ്. ഇത് ഉൾപ്പെടുന്ന 1, 0, ഒരു പോയിൻ്റ് 0, 1. ഇത് ഉൾപ്പെടുന്ന വരയുടെ ചെരിവ് കാണാം. അപ്പോൾ ഇതെന്തായിട്ട് എടുക്കാം? x1, y1. അടുത്ത ബിന്ദു x2, y2. ഇനി എങ്ങനെയാണ് ചെരിവ്? സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടെ y2 എന്താ? 1, y1 0, x2 0, x1 1. അതായത് 1 മൈനസ് 0, 1, 0 മൈനസ് 1, -1, -1. അപ്പോൾ ചെരിവ് എത്ര കിട്ടി? -1 കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യ. ഈ വരയിലെ മറ്റൊരു ബിന്ദു നമുക്കിപ്പോൾ XY ഒരു ബിന്ദുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരയിലെ ഈ XYയും ഇതും തമ്മിലും എന്താ ചെരിവ് എത്രയായിരിക്കും? കാണുമ്പോൾ -1 തന്നെയായിരിക്കും അല്ലേ? ഈ വരയിലെ ഏത് 2 ബിന്ദുക്കൾ എടുത്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് തന്നെ കിട്ടണം? -1 കിട്ടണം. അപ്പോൾ ഈ വരയിലെ ഒരു ബിന്ദു ഇതിലേതെങ്കിലും 1 എടുക്കാം, 1, 0 എടുക്കാം, അല്ലെങ്കിൽ 0, 1 എടുക്കാം. ഒരു ബിന്ദു എന്താ? ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പോണ ബിന്ദു, അതിനെ XY എന്ന് എടുക്കാം. മനസ്സിലായല്ലോ? ഒരു ബിന്ദു ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അടുത്തത് എങ്ങനെ എടുക്കാം? XY. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ വരയിലെ വേറൊരു ബിന്ദു, വേറൊരു പോയിൻ്റ് കണ്ടുപിടിക്കണം, സെയിം ലൈനിലുള്ള ഒരു പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെടുക്കാം? 1, 0, XYയും എടുക്കാം. ഒരു പോയിൻ്റ് 1, 0, ഒരു പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് XY എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? y2 മൈനസ് y1. അപ്പോൾ ഇതാണ് എന്ത്? x2, y2. ഇതെന്താണ്? x1, y1. y2 മൈനസ് y1 എന്താ? y മൈനസ് 0. x2 മൈനസ് x1, x മൈനസ് 1. അതെത്രയാണ്? ഏത് ബിന്ദുക്കൾ എടുത്താലും ചെരിവ് എന്താ കിട്ടുക? -1. അതായത് ഇതെന്താണ്? y മൈനസ് 0 എന്താ? y ബൈ x മൈനസ് 1 സമം -1. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ x മൈനസ് 1നെ ഈ സമത്തിൻ്റെ ഈ വശത്തേക്ക്, ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താ കിട്ടി? y ഈക്വൽ ടു -1. ഇവിടെ ബൈ x മൈനസ് 1 എന്നുള്ളത് സമത്തിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇൻറ്റു x മൈനസ് 1. അതായത് -1 ഇൻറ്റു x എന്താ? -x. -1 ഇൻറ്റു -1 എന്താ? +1. അതായത് 1 മൈനസ് x എന്ന് കിട്ടി. ഇവിടം വരെ ഓക്കെ ആണല്ലോ? സ്ലോപ്പ് നമുക്കറിഞ്ഞു. 2 ബിന്ദുക്കളിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതേ ലൈനിലുള്ള ഒരു ബിന്ദു കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു ബിന്ദുവിന് നമ്മൾ XY എന്ന് എടുത്തു. എന്നിട്ട് സ്ലോപ്പ് ഈക്വൽ ടു എന്തെഴുതി? ഒരു ബിന്ദു XYയും ഒരു ബിന്ദു ഈ തന്നിരിക്കണതിൽ ഒരു ബിന്ദു എടുത്തു, 1, 0. അത് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് ഈക്വൽ ടു -1 എഴുതി. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതായത് y ഈക്വൽ ടു 1 മൈനസ് എക്സ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഈ എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് പറയാം? x പ്ലസ് y ഈക്വൽ ടു 1. ഇനി നമുക്ക് പോയിൻ്റ് എഴുതിക്കൂടെ? എക്സും വൈയും കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. അതാണ് ഈ ലൈനിൻ്റെ സമവാക്യം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് XY എടുക്കാം? ഏതൊക്കെ? 1, 0, 0, 1 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. പിന്നെ ഏത് 2 സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും? ഇപ്പോൾ നോക്കിയേ, 2, -2, +3. -2ഉം +3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ? 1 അല്ലേ? ഇനി ഇതേപോലെ എന്ത് എഴുതാം? -3, +4. ഇത് തിരിച്ചുവിടാം.
-2 ഇങ്ങനെ എത്ര നമ്പേഴ്സ്, എത്ര സൂചക സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് എഴുതാം. എന്ത് നോക്കിയാൽ മതി? എക്സ് പ്ലസ് വൈ എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പോൾ എക്സ് എന്താ? -2 + 3 എന്താ? 1. -3 + 4 എന്താ? 1. അതേപോലത്തെ ഏത് നമ്പർ എടുത്താലും അതൊക്കെ ഏത് ഇതിൽ പെടും? ഈ വരയിൽ ഉൾപ്പെടുന്ന ബിന്ദുക്കളായിരിക്കും. മനസ്സിലായല്ലോ? ഇതിന് 2 മാർക്കായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ചിത്രത്തിൽ ABC അടയാളപ്പെടുത്തിയിട്ടില്ല, സോറി, ABC ഒരു സമഭുജ ത്രികോണമാണ്, ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്താണ്? സിയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇത് ഫസ്റ്റ് സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ABC എന്ന് പറയുന്നത് ഒരു ഈക്വിലാറ്ററൽ സമഭുജ ത്രികോണമാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഇതിൻ്റെ വശത്തിൻ്റെ നീളം, 3 വശം എന്തായിരിക്കും? തുല്യ നീളമായിരിക്കും, സമഭുജ ത്രികോണമായതുകൊണ്ട്. അപ്പോൾ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കുക. പിന്നെ ഈ തന്നിരിക്കുന്ന ഈ C എന്ന ഈ ഒരു മൂലയുടെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതാണ് 2 ക്വസ്റ്റ്യൻസ്. എന്താണ് ഒരു വശത്തിൻ്റെ നീളം? ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലേ? എത്രയായിരിക്കും? ഇതെത്രയാ? 0. ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്ററും ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്ററും, മൊത്തം എത്ര സെൻറ്റിമീറ്റർ ഉണ്ടത്? 4 സെൻറ്റിമീറ്റർ അല്ലേ? ഇത് എക്സ് ആക്സിസിൽ തന്നെ കിടക്കണ കാരണം നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ്? ഇത് കറക്റ്റ് എന്ത് ലൈനാണ്? ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ്? -2 തുടങ്ങി +2 വരെ എത്ര സെൻറ്റിമീറ്ററാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എത്രയാ? 4 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. അടുത്തത് സിയുടെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിലേക്കുള്ള ഈ ഒരു ലൈൻ ഈ സൈഡിനെ എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും, ബൈസെക്റ്റ് ചെയ്യും അല്ലേ? അതായത് എതിർമൂലയിൽ നിന്ന് ഈ വശത്തേക്കുള്ള ലംബ ദൂരം അല്ലെങ്കിൽ ലംബം എന്ത് ചെയ്യും? ഇതിനെ സമഭാഗം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്നറിയാം. ഇത് നമുക്ക് അറിയാം എത്രയാ? ഇത് ഇവിടെ -2, ഇവിടെ എത്രയാ? +2, ഇത് 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് OC എത്രയാണെന്നാണ്. OC. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയ OCB. ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. പിന്നെ ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഓരോ കോണം എത്ര ഡിഗ്രി വീതമാണ്? 60 അല്ലേ? ഇത് 60, ഇത് മൊത്തത്തിൽ 60. അപ്പോൾ ഓരോന്ന് എത്ര വീതം? ഇത് 30. അപ്പോൾ ഇതെത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി. ഇതെത്ര ഡിഗ്രിയാ? 60. നമ്മൾ ത്രികോണമിതിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയാൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയായിരിക്കും? 1/√3/2 അല്ലേ? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ എന്തൊക്കെയാണ്? 30, 60, 90. അങ്ങനെയാണെങ്കിൽ അവയുടെ വശങ്ങൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം എന്ത്? 1. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശം 2. ഇതിൻ്റെ അർത്ഥം എന്താ? 1 സെൻറ്റിമീറ്റർ എന്നല്ല. അവ തമ്മിലുള്ള റേഷ്യോ കാണുമ്പോൾ എന്താണ്? എല്ലാം വെട്ടിക്കളഞ്ഞ്, കോമൺ ഫാക്ടേഴ്സൊക്കെ വെട്ടിക്കളഞ്ഞ് അവസാനം നമുക്ക് എന്ത് കിട്ടും? 1/√3/2. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 30ൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? OB നമുക്കറിയാം. OB എത്ര സെൻറ്റിമീറ്ററാണ്? 0 തുടങ്ങി 2 വരെ എത്ര സെൻറ്റിമീറ്ററാണ്? 2 സെൻറ്റിമീറ്റർ. അതറിയാം. ഇനി BC ഇതെത്ര സെൻറ്റിമീറ്ററാണ്? 4. ഇതും 4 അല്ലേ? ഇതൊരു സമഭുജ ത്രികോണം ആയതുകൊണ്ട് ഓരോ വശം എത്ര സെൻറ്റിമീറ്റർ വീതം? 4. അപ്പോൾ നമുക്ക് 30ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എത്രയെന്ന് കിട്ടി? 2. 90ന് ഓപ്പോസിറ്റ് 4. അങ്ങനെയാണെങ്കിൽ ഈ 60ൻ്റെ ഓപ്പോസിറ്റ് ഏതാ? OC എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരുന്നെങ്കിൽ എത്രയായാൽ 60ൻ്റെ ഓപ്പോസിറ്റ്? √3 ആയാൽ. ഇവിടെ 2 സെൻറ്റിമീറ്ററാണ്
അപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2 × √3. അപ്പോൾ ഇതെത്രയാ? 2√3. മനസ്സിലായല്ലോ? 30ന് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 60ൻ്റെ ഓപ്പോസിറ്റ് √3ഉം 90ൻ്റെ ഓപ്പോസിറ്റ് 2ഉമാണ്. ഇവിടെ 30ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് 2 സെൻറ്റിമീറ്റർ ആണ്. 60ൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ എന്തായിരിക്കും? 2 × √3. ഇനി 90ൻ്റെ ഓപ്പോസിറ്റ് എന്താ? 2 × 2. അതാണ് എത്ര? 4. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് OC കിട്ടി. എത്രയാ? 2√3. വശങ്ങൾ കിട്ടി 4. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ്റെ 2 ഉത്തരങ്ങളും കിട്ടി. ഒരു സൈഡ് എത്ര സെൻറ്റിമീറ്റർ? 4 സെൻറ്റിമീറ്റർ. സി എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യ എന്താ? 0, 2, √3. ഇങ്ങനെ എഴുതണം കേട്ടോ. 0, 2, √3. 0 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് എന്താ? 2, √3. ഇതെന്താ 0 ആയത്? കാരണം വൈ അക്ഷത്തിലുള്ള വൈ ആക്സിസിലുള്ള പോയിൻ്റാണ്. വൈ ആക്സിസിൽ ഉള്ള പോയിൻ്റുകളുടെയൊക്കെ എക്സ് സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിലുള്ള പോയിൻ്റുകളുടെയൊക്കെ വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിനിപ്പോൾ 2 മാർക്കായി. അടുത്ത ക്വസ്റ്റ്യന് മൊത്തം 3 മാർക്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചകാക്ഷങ്ങൾ വരച്ച് 2, 1, -2, 1 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഇവ മൂലകളായി വരുന്ന സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സൂചകാക്ഷങ്ങൾ വരച്ചു. സൂചകാക്ഷങ്ങൾ എന്ന് വെച്ചാൽ എന്താ? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇനി എന്താ അടയാളപ്പെടുത്തണ്ടേ? 2 പോയിൻ്റുകൾ അടയാളപ്പെടുത്തണം. ഒരു പോയിൻ്റ് -2, 1. അടുത്ത പോയിൻ്റ് +2, 1. അപ്പോൾ +2, 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 1ഉം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 1 ആയത് എവിടെ വരും? ഇവിടെ വരും അല്ലേ? അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്താ? 2, 1. അടുത്തത് എക്സ് കോർഡിനേറ്റ് എന്താ? -2. അപ്പോൾ ഈ സൈഡിൽ വരും. വൈ കോർഡിനേറ്റ് പോസിറ്റീവ്, അപ്പോൾ ഒറിജിന് മുകളിൽ വരും. അപ്പം -2ഉം +1ഉം കൂടി ഇവിടെ വന്നു. പോയിൻ്റ് 2 -2, +1. 2 പോയിൻറ്റും കിട്ടി. ഇനി ഇത് മൂലകളാക്കിയിട്ട് ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൂലകളായിട്ട് ഒരു ത്രികോണത്തിന് എത്ര മൂലയുണ്ട്? 3 മൂലകൾ, 3 വെർട്ടിസസ് ഉണ്ട്. അപ്പോൾ ഇതിലെ 2 വെർട്ടിസസ് നമുക്ക് കിട്ടി. ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ചു. ത്രികോണത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ വെർട്ടെക്സ്, മൂന്നാമത്തെ മൂല എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അതെവിടെയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച പിക്ചർ അതേപോലെ തന്നെയാണ്, അതേ സമഭുജ ത്രികോണം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടണം. കാരണം ഇതിൻ്റെ ഒരു എത്ര നീളമാണ്? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാ നീളം? ഇവിടെ എത്രയുണ്ട്? -2, 1. ഇത് എത്രയുണ്ട്? 2, 1. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഇതെങ്ങനത്തെ ലൈനാണ്? വിലങ്ങനെയുള്ള വര അഥവാ ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ വൈ കോർഡിനേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. അപ്പോൾ x2 - x1 എടുക്കുക. എത്രയാണ്? 2 - -2 എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ നീളം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. നമ്മൾ ആദ്യം ചെയ്ത ആ കണക്കിലും എന്ത് തന്നെയായിരുന്നു? 4 സെൻറ്റിമീറ്റർ ആയിരുന്നു ഓരോ ഇതിൻ്റെയും ലെങ്ത്ത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു ത്രികോണത്തിനെടുത്ത്, അതായത് ആ ഒരു ത്രികോണം എവിടെ ഇരുന്നിരുന്നേ? ആ ഒരു ത്രികോണം ഇവിടെ ഈ ഒരു എക്സ് ആക്സിസിലായിരുന്നു ഇരുന്നത് അല്ലേ? എക്സ് ആക്സിസിൽ ഇങ്ങനെ ഇരുന്നു. ഇതിനെടുത്ത് പൊക്കിയിട്ട് ഒരു സ്റ്റെപ്പ് കയറ്റി അങ്ങനെ വെച്ചു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെയും നീളം എത്ര തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ വരയ്ക്കാമല്ലോ. സമഭുജ ത്രികോണമാണ്. അതുകൊണ്ട് ഓരോ സൈഡ് എത്ര വീതം ഉണ്ടാവും? 4 സെൻറ്റിമീറ്റർ വീതം ഉണ്ടാവും. ഇനി സമഭുജ ത്രികോണമായതുകൊണ്ട് എതിർമൂലയിൽ നിന്ന് വശത്തേക്കുള്ള ഇത് എന്ത് ചെയ്യും? ഇതിനെ ബൈസെക്റ്റ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ഈ ആംഗിളും എന്താവും? സമഭാഗമാവും. അപ്പോൾ ഇതെത്ര വീതമാണ്? നേരത്തെ ചെയ്ത അതേ ഇത് തന്നെ 60, ഇതും 60, ഇതും മൊത്തം 60. അപ്പോൾ ഇത് 30. ഇനി ഇത് 90, ഇതും 90. ഇതെത്രയാ? ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ. ഇവിടെ വരെ ഓക്കെയാണല്ലോ. ഇതൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ. ഇതെത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 30ന് ഓപ്പോസിറ്റ് എന്ത്? 2.
60ൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 2√3 ആണല്ലോ. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെയും ഈ ഒരു സെക്ഷൻ എത്ര തന്നെയായിരിക്കും? 2√3 തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇവിടെ എവിടെ അടയാളപ്പെടുത്താം? ഇത് 1 സെൻറ്റിമീറ്റർ കയറിയിരിക്കുകയാണ് അല്ലേ? 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് എടുത്ത് വെച്ചു ഈ ത്രികോണത്തിനെ. അപ്പോൾ ഇത് ഇനി ഇവിടെ നിന്ന് 2√3 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് 0-ൽ നിന്ന് എത്ര കണ്ടുപിടിക്കണം? ഓൾറെഡി 2√3 എന്ത് ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഹൈറ്റ് എവിടെയാണോ അവിടെയാണ് മൂന്നാമത്തെ മൂല അല്ലേ? മൂലയിൽ നിന്ന് ഈ വശത്തേക്കുള്ള ദൂരമാണ് ഹൈറ്റായിട്ട് എടുക്കണം. അപ്പോൾ ഹൈറ്റ് 2√3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ മൂല എവിടെയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ 2√3 എന്ന് പറയുന്നത് ഇത് എന്താണ്? ഇത് എക്സ് ആക്സിസ് ആയിരുന്നപ്പോഴാണ് ഇവിടെ 2√3. ഇത് ഹൈറ്റ് 2√3 തന്നെ. പക്ഷേ എന്താണ്? ഈ ത്രികോണം ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിരിക്കുക, ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. അപ്പോൾ എന്താവും ഹൈറ്റ്? 1 + 2√3. അപ്പോൾ നമുക്കിനി 1 + 2√3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ ഇത് അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ 1 + 2√3 എത്രയാണ്? 1 + 2 3. അങ്ങനെ ചെയ്യരുത്. 2 × √3 ആദ്യം ചെയ്യണം. 2 × √3 എത്രയായിരിക്കും? √3 1.7 സംതിങ് ആണ്. എക്സാക്റ്റ് ഞാൻ മറന്നുപോയി. ഏകദേശം ഒരു വാല്യൂ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 1.7 എടുക്കാം √3. ഒന്ന് ആലോചിച്ചാൽ മതി. √4 എത്രയാണ്? 2 അല്ലേ? 2 × 2 ആണ് 4. അപ്പോൾ 2-നേക്കാളും കുറവായിരിക്കും √3 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1.7 ആണ്. 1.7 അത് ഉറപ്പുണ്ട്. കറക്റ്റ് വാല്യൂ ഞാൻ മറന്നുപോയി. 1.72 ആണോ എന്ന് ഡൗട്ട്. അപ്പോൾ 1.7 ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? √3 കണ്ടുപിടിക്കാം. അപ്പോൾ 2 × √3 എന്ന് വെച്ചാൽ എന്താ? 1.7 × 2. അപ്പോൾ എത്ര? 7 2 14, 3.4. അപ്പോൾ 3.4 + 1 എന്താണ്? 4.4. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എവിടെയാണ്? 4.4. അപ്പോൾ അത് 4 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു 4.4ൻ്റെ അവിടെ നമുക്ക് അടയാളപ്പെടുത്താം. നമുക്ക് 4.4ൻ്റെ അവിടെ അടയാളപ്പെടുത്താം. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നേരത്തെ ത്രികോണത്തിൻ്റെ സി എവിടെയാണ് ഇരിക്കണത്? കണ്ടാം, ഇവിടെയാണ്. 2√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ശരിക്കും? 2√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.4 അപ്പം 3 കഴിഞ്ഞിട്ടാണ് ഈ സി വരുന്നത്. ഇവിടെ 3.3 മൂന്നാമത്തെ സെൻറ്റിമീറ്റർ കഴിഞ്ഞ് 4-നും 3-നും ഇടയിലായിട്ട് ഏകദേശം 3.4 സി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ അങ്ങോട്ട് കയറ്റി വെച്ചു. അപ്പോൾ ഇത് എത്രയാണ് വരാം? 4.4. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 4.4 എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ത്രികോണം വരച്ചാൽ മതി. അപ്പോൾ 3 പോയിൻറ്റും കിട്ടി. അപ്പോൾ ഇതെത്രയാണ്? ഇത് 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ കിട്ടിയില്ലോ. ഇതാണ്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. ത്രികോണമിതിയിലെ കാര്യങ്ങളും സൂചക സംഖ്യകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യണത്. അടുത്ത ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. AB എന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്ന ബിന്ദുവാണ് P. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ AC BC എന്നീ നീളങ്ങൾ കണക്കാക്കുക 2 മാർക്ക്. AD PD എന്നീ നീളങ്ങൾ കണക്കാക്കുക 2 മാർക്ക്. പിയുടെ സൂചക സംഖ്യ കണക്കാക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. AC-യും BC-യും ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. AC-BC. അപ്പോൾ ഇവിടെ A ഉണ്ട് 4 6, ഇവിടെ എന്തുണ്ട്? ബിയുടെ ഉണ്ട് 10 15. അങ്ങനെയാണെങ്കിൽ സിയുടെ കോർഡിനേറ്റ് ഇതിൽ നിന്ന് തന്നെ എഴുതാമല്ലോ. ഇങ്ങനത്തെ ലൈനാണ്, അതായത് ഹൊറിസോണ്ടൽ ലൈനാണ്, വിലങ്ങനെയുള്ള വരയാണെന്നുണ്ടെങ്കിൽ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? Y സൂചക സംഖ്യ സെയിം ആയിരിക്കും ഇതിലെല്ലാ പോയിൻറ്റിൻ്റെയും. അതായത് ഇതിലെ ഒരു പോയിൻ്റ് ഏതാ? 4 6. അപ്പോൾ ഈ 6 എന്ന ഈ Y സൂചക സംഖ്യ തന്നെയായിരിക്കും ഇതിലെ C എന്ന ഈ പോയിൻറ്റിൻ്റെയും. അപ്പോൾ സിയുടെ Y സൂചക സംഖ്യ കിട്ടി 6.
ഇനി അതുപോലെ കുത്തനെയുള്ള വര വെർട്ടിക്കൽ ലൈനാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റിൻ്റെയും ഏത് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈനിൽ ഒരു പോയിൻ്റ് തന്നെയാണ് സി. അപ്പോൾ ഇതിലെ ഏത് ആയിരിക്കും സെയിം? 10 അല്ലേ? ഈ ബിയുടെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും സിയുടെയും എക്സ് കോർഡിനേറ്റ്. അപ്പോൾ സിയുടെ ഇത് കിട്ടിയല്ലോ 10, 6. സിയുടെ സൂചക സംഖ്യകൾ കിട്ടി 10, 6. ഇനി നമുക്ക് എ സിയും ബി സിയും കണ്ടുപിടിച്ചൂടെ? അപ്പോൾ എ എന്ന് പറയണത് 4, 6, സി എന്ന് പറയണത് 10, 6. ഈ എ സി എന്ന് പറയണത് എന്താണ്? ഹൊറിസോണ്ടൽ ലൈനാ, ചെരിഞ്ഞിരിക്കണ വരെയല്ല. എങ്ങനെയാണ് മനസ്സിലായ? ഇവിടെ 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി, അതായത് ചെരിവൊന്നുമില്ല. കറക്റ്റ് എന്താണ്? ഹൊറിസോണ്ടൽ ലൈനാണ് കിട്ടിയിരിക്കണത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അളവ് എങ്ങനെ, അല്ല നീളം എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്താൽ മതി? ഹൊറിസോണ്ടൽ ലൈനാണെങ്കിൽ എന്തിൻ്റെ വ്യത്യാസം നോക്കിയാൽ മതി? എക്സ് കോർഡിനേറ്റ്സുകളുടെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? 10ൽ നിന്ന് 4 കുറയ്ക്കുക. അപ്പോൾ എ സി ഈക്വൽ ടു എന്താണ്? 10 - 4 = 6. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? 6 സെൻറ്റിമീറ്റർ. ഓൾറെഡി വൈ കോർഡിനേറ്റ് എന്താണ്? രണ്ടും സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എടുത്താലും ഈ y1 - y2 അല്ലെങ്കിൽ y2 - y1 എന്ന് പറയുന്നത് 0 ആയി പോകും. ബാക്കി എക്സ് കോർഡിനേറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയാണ് വരാമെന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം കാണാം. ഇങ്ങനെയാണ് വരാമെന്നുണ്ടെങ്കിൽ വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. ഇനി അടുത്തത് ബി സി കാണാനായിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ഇതെങ്ങനത്തെ ലൈനാണ്? വെർട്ടിക്കൽ ലൈനാണ്, കുത്തനെയുള്ള വരയാണ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കുക? വൈ കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ഏതാ? ബിയുടെ വൈ കോർഡിനേറ്റ് 15, സിയുടെ വൈ കോർഡിനേറ്റ് 6. അപ്പോൾ 15 - 6 എന്ത് കിട്ടി? 9 സെൻറ്റിമീറ്റർ കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എ ഡി പി ഡി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് ഈ പി എന്ന ബിന്ദു ഇതിനെങ്ങനെയാണ് മുറിക്കണത്? 1:2 എന്ന അംശബന്ധത്തിലാണ് മുറിക്കണത്. ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാനിവിടെ 2 ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് എ പി ഡി, ഇത് എ ബി സി. അതായത് ഇതിലൊരു ചെറിയൊരു പീസാണിത്. ഈ 2 ത്രികോണങ്ങളും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും? ഇതിൻ്റെയൊക്കെ കോണുകൾ എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇതിൻ്റെ കോണുകളൊക്കെ തുല്യമാണ്. ഇവ എങ്ങനത്തെ ത്രികോണമാണ്? ഇത് സദൃശ്യ ത്രികോണങ്ങളാണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതായത് ഇവയുടെ റേഷ്യോ തമ്മിൽ എങ്ങനെയായിരിക്കും? റേഷ്യോ, അതായത് വശങ്ങൾ തമ്മിലുള്ള അനുപാതം തുല്യമായിരിക്കും. ഇനി അതല്ല, അങ്ങനെയല്ല മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിലെ ഈ ചെറിയ ത്രികോണം ഇവിടെ സെപ്പറേറ്റ് എഴുതി, ഇതിലെ ഈ മൊത്തം ത്രികോണം ഇവിടെ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൊത്തം ത്രികോണം മൊത്തം എത്ര ഭാഗമുണ്ട്? 3 ഭാഗം അല്ലേ? 1 + 2, ഈ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 ഭാഗമുണ്ട്. ഇതിലെ ഒരു ഭാഗമാണ് ഈ ഒരു ത്രികോണം. മനസ്സിലായോ? അപ്പോൾ ഈ മൊത്തം ത്രികോണത്തിൻ്റെ ഈ ഒരു സൈഡിൻ്റെ 3/1 ഭാഗമാണ് ഈ ഒരു സൈഡ്. ഇതും എങ്ങനെ തന്നെയായിരിക്കും? അങ്ങനെ തന്നെയായിരിക്കും. ഇതിൻ്റെ 3/1 ഭാഗമായിരിക്കും ഈ സൈഡ്, ഇതിൻ്റെ 3/1 ഭാഗമായിരിക്കും ഈ സൈഡ്. മനസ്സിലായോ? അപ്പോൾ ഇത് നോക്കിയേ, ഇത് നമ്മൾ എ സിയും ബി സിയും കണ്ടുപിടിച്ചു. ബി സി എത്രയായിരുന്നു? 9 സെൻറ്റിമീറ്ററും എ സി എത്രയായിരുന്നു? 6 സെൻറ്റിമീറ്ററും ആയിരുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ഡിയും പി ഡിയും ആണ്. എന്തായിരിക്കും? വേഗം എഴുതാലോ. പി ഡി എന്ന് പറഞ്ഞാൽ ഇത് 9 മൊത്തം 9ൻ്റെ അപ്പോൾ 3/1 ഭാഗം, 9ൻ്റെ 1/3 ഭാഗമായിരിക്കും എന്ത്? പി ഡി എന്ന് പറയണത്. അപ്പോൾ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ പി ഡി എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ. അടുത്തത് എ ഡി എത്രയാ? എ സിയുടെ 3/1 ഭാഗം, അതായത് എ സി എത്രയാ? 6, 1/3 എത്രയാ? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ഡിയും പി ഡിയും കിട്ടിയല്ലോ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പിയുടെ സൂചക സംഖ്യകൾ എഴുതുക. പി എന്ന് പറയണത് എന്താണ്? നമ്മൾ ഇത് അംശബന്ധം എന്ന ഒരു ഭാഗത്ത് പഠിച്ചതാണ്. എങ്ങനെയാണ് അംശബന്ധം വന്നു കഴിഞ്ഞാൽ സൂചക സംഖ്യ എങ്ങനെ എഴുതും എന്നുള്ളത്. അത് മാറ്റേണ്ടായിരുന്നു. അതായത്
എ ബി എന്ന ലൈൻ 4 6 ഇതെന്താ 10 15. ഇത് പി എന്ന പോയിൻ്റ് ഇതിനെ എങ്ങനെ 1:2 എന്നതിൽ മുറിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിയുടെ സൂചക സംഖ്യകൾ എന്തൊക്കെ? അതാണ് ക്വസ്റ്റ്യൻ. എക്സ്, പിയുടെ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x1 + x2 - x1 ഇൻറ്റു m/m+n. ഓർമ്മയുണ്ടല്ല, ഇതാണ് എന്ത് ഫോർമുല, അപ്ലൈ ചെയ്യേണ്ട ഫോർമുല. അപ്പോൾ m/m+n എന്താ? m/m+n എന്ന് പറഞ്ഞാൽ ഇവിടെ m എന്താണ്? 1 m+n എന്താ? 1+2, അതായത് 1/3. അപ്പോൾ m/m+n 1/3 കിട്ടി. ഇനി x1 y1 ഏതാ? 4 6. x2 y2 ഏതാ? 10 15. അപ്പോൾ x1 4 പ്ലസ് x2 മൈനസ് x1 10 മൈനസ് 4 ഇൻറ്റു m/m+n എന്താ? 1/3. 4 പ്ലസ് 10 മൈനസ് 4 എന്താ? 6 ഇൻറ്റു 1/3. 2 വട്ടം വെട്ടിപ്പോയി. 4 + 2 6. അപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി പിയുടെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? y1 + y2 മൈനസ് y1 ഇൻറ്റു m/m+n. അപ്പോൾ ഇവിടെ y1 ഏതാ? 6 പ്ലസ് y2 മൈനസ് y1 15 മൈനസ് 6 15 മൈനസ് 6 ഇൻറ്റു m/m+n 1/3 തന്നെ. അപ്പോൾ 6 പ്ലസ് 15 മൈനസ് 6 എന്താ? 9 ഇൻറ്റു 1/3. ഇതും വെട്ടിപ്പോയി. 3 6 + 3 എന്ത് കിട്ടി? 9. അപ്പോൾ ഇതെന്ത് കിട്ടി? എക്സ് കോർഡിനേറ്റ് 6, വൈ കോർഡിനേറ്റ് 9. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകളും കണ്ടുപിടിച്ചു. എത്രയായിരുന്നു പി എന്ന് പറയണത്? 6ഉം 9ഉം. മനസ്സിലായല്ലോ? 5 മാർക്കാണ് ഈ ക്വസ്റ്റ്യന്.